വാളയാർ പീഡന കേസിൽ കുട്ടികളുടെ മാതാപിതാക്കളെ പ്രതി ചേർത്ത് സിബിഐയുടെ കുറ്റപത്രം. ബലാത്സംഗ പ്രേരണ കുറ്റമാണ് ചുമത്തിയത്. അന്തിമ കുറ്റപത്രം എറണാകുളം സിബിഐ കോടതിയിൽ സമർപ്പിച്ചു. സിജോ വി ജോൺ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട്. സിജോ, വിചിത്രമായ കുറ്റപത്രമെന്ന് സമരസമിതി അടക്കം പറയുന്നുണ്ട്. സിബിഐ കുറ്റപത്രത്തിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, സമഗ്രമായി എങ്ങനെയാണ്? കാരണം കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിച്ച ആ രണ്ട് കുട്ടികളുടെ മരണം അത്തരത്തിൽ കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിച്ച ഇപ്പോഴും മുറിവായി കിടക്കുന്ന മരണമാണ്. എന്തൊക്കെയാണ് കുറ്റപത്രത്തിൽ പറയുന്നത്? രണ്ട് പെൺകുട്ടികൾ 8ഉം 13ഉം വയസ്സുള്ള രണ്ട് പെൺകുട്ടികൾ ക്രൂരമായ പീഡനത്തിനിരയായി കൊല്ലപ്പെടുന്നു. ഇവരുടെ മാതാപിതാക്കൾ ഇത്തരമൊരു കേസിൽ ഇവരുടെ മാതാപിതാക്കൾ പ്രതി ചേർക്കപ്പെടുന്നത് നമ്മൾ അടുത്ത കാലത്തും അല്ലെങ്കിൽ അങ്ങനെ കേട്ടിട്ടുള്ള ഒരു സംഭവമല്ല. എന്തായാലും ഈ വാളയാർ കേസിൽ CBI ഇവരുടെ മാതാപിതാക്കളെ പ്രതി ചേർത്തുകൊണ്ട് ആണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം ക്രൈം യൂണിറ്റ് ആണ് ഈ കേസിൽ അന്വേഷണം നടത്തിയിരുന്നത്. എറണാകുളം CBI കോടതിയിലാണ് ഇന്ന് ഉച്ചയോടുകൂടി ഇവർ ഈ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഈ കുറ്റപത്രത്തിൽ ഇവർ പ്രതികളായിട്ട് വരുന്ന പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ രണ്ട് പെൺകുട്ടികളും പീഡനത്തിനിരയായി എന്ന വിവരം ഇവർക്ക് അറിയാമായിരുന്നു. ഈ വിവരം മറച്ചുവെച്ചു. ഇത് കൃത്യമായ പീഡനത്തിന് ഇരയായ വിവരം പോലീസിനെ അറിയിച്ചിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ രണ്ടുപേരെയും മാതാപിതാക്കളെ രണ്ടുപേരെയും ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നത്. കേസിലെ 2-3 പ്രതികളാണ് ഇപ്പോൾ ഇവിടെ മാതാപിതാക്കൾ. നേരത്തെ ബലാത്സംഗ പ്രേരണ കുറ്റമാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഈ നേരത്തെ മറ്റ് പ്രതികൾക്കെതിരെ ചുമത്തിയിരുന്നത് ബലാത്സംഗ കുറ്റമായിരുന്നു. അതുകൊണ്ടാണ് ഈ വിവരം മറച്ചു വെച്ചതിൻ്റെ പേരിൽ ബലാത്സംഗ പ്രേരണ കുറ്റം ചുമത്തിയിരിക്കുന്നത്. പ്രധാനമായും 2 നിയമപ്രകാരം IPC 376 അതോടൊപ്പം തന്നെ പോക്സോ നിയമപ്രകാരവുമാണ് ഇവർക്കെതിരെ ഇപ്പോൾ ഈ കുറ്റപത്രം ഇവരെ പ്രതികളാക്കി കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഒരു അസാധാരണമായ ഒരു നടപടി എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഇത്തരത്തിൽ പീഡനത്തിനിരയായി മക്കൾ മരണപ്പെടുന്ന കേസുകളിൽ മാതാപിതാക്കളെ അങ്ങനെ ചേർക്കാറില്ല. പക്ഷേ ഈ വിവരം അറിയാമായിരുന്നു. ഈ വിവരം അറിഞ്ഞിട്ടും മറച്ചു വെച്ചു എന്നുള്ള ഒരു കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ CBI കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. അതായത് നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് തുടരന്വേഷണത്തിനടക്കം ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രദേശവാസികളെ അടക്കം പ്രതിയാക്കി ഒരു കുറ്റപത്രം അടക്കം നൽകിയതാണ്. ഇപ്പോൾ അതിൽ തള്ളിയ ശേഷമാണ് വീണ്ടും വിശദമായ അന്വേഷണത്തിനൊക്കെ ഉത്തരവിട്ടത്. അങ്ങനെ നിരവധി നിർണായകമായ ഘട്ടങ്ങളൊക്കെ കടന്നുപോയ ഒരു കേസാണ്. അപ്പോൾ ഈ അന്വേഷണത്തിൽ ഈ മാതാപിതാക്കളെ പ്രതികളാക്കി അനുബന്ധ കുറ്റപത്രം നൽകിയതോടെ ഇനിയിപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലൊക്കെ എങ്ങനെ പോകാനാണ് സാധ്യത? അതോടൊപ്പം തന്നെ ഈ കുട്ടികൾ ശാരീരിക ചൂഷണത്തിന് ഇരയായത് മാതാപിതാക്കൾക്ക് അറിവുണ്ടായിരുന്നു എന്നത് ആദ്യഘട്ടത്തിലൊക്കെ തന്നെ പോലീസും കണ്ടെത്തിയിരുന്നല്ലോ. അന്തിമ കുറ്റപത്രത്തിലാണ് ഇപ്പോൾ ഇവരെ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നത്. സ്വാഭാവികമായും ഈ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഈ കോടതിയാണ് ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് പോകേണ്ടത്. ഒരുപക്ഷെ ഈ കുറ്റപത്രത്തിലെ കണ്ടെത്തലുകൾ കോടതിക്ക് വേണേ അംഗീകരിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഈ കുറ്റപത്രം പൂർണ്ണമായും തള്ളാനുള്ള ഒരു കാര്യവും കോടതിക്ക് തീരുമാനമെടുക്കാം. ഇനി എന്ത് തീരുമാനമെടുക്കണമെന്ന് സംബന്ധിച്ച കോടതിയാണ് ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കുക. എന്തായാലും നേരത്തെ സംബന്ധിച്ച വിവരങ്ങൾ ഇവർക്ക് അറിയാമായിരുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. പക്ഷേ ഇവരെ പ്രതി ചേർക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയും ചെയ്തിരുന്നില്ല. പക്ഷേ അന്തിമ കുറ്റപത്രത്തിലാണ് ഇപ്പോൾ ഇവരെ പ്രതികളാക്കി ചേർത്ത് ആക്കിയിരിക്കുന്നത്. എന്തായാലും കൂടി വിവരങ്ങൾ പങ്കുവെക്കാൻ ചേരുന്നുണ്ട്. സാജിദ്, ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് സമരങ്ങൾ കണ്ടതാണ്. നിരവധി നിർണായകമായ നീക്കങ്ങളൊക്കെ തന്നെ കണ്ട കേസാണ്. കേരളത്തിന്റെ മനസാക്ഷിയെ അടക്കം കുത്തിനോപ്പിച്ച കേസ് ഇപ്പോഴും അങ്ങനെ തന്നെ. ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയൊരു വഴിത്തിരിവിലേക്ക് CBI പോവുകയാണ്. സമരസമിതി അടക്കം പറയുന്നത് ഈ വിചിത്രമായ ഒരു കുറ്റപത്രം എന്ന് സമരസമിതി അടക്കം നേരത്തെ അതുമായി ബന്ധപ്പെട്ട് ഒക്കെ അവരടക്കം പറയുന്നുണ്ട്. ഈ മാതാപിതാക്കളടക്കം നുണപരിശോധനയ്ക്ക് അടക്കം തങ്ങൾ തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞതാണ്. അങ്ങനെ ഒരു കേസിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു കുറ്റപത്രം വരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ 9ഉം 12ഉം വയസ്സുള്ള സഹോദരന്മാർ മരിക്കുന്നു. ഇതേ തുടർന്ന് ഈ വിശദമായ അന്വേഷണം നടത്തുന്നു. ആദ്യം അന്വേഷണം നടത്തിയ